CPM-നെ പ്രതിസന്ധിയിലാക്കിയ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നിയമസഭയിൽ ചർച്ചയാക്കാതെ സ്പീക്കറുടെ രക്ഷാകവചമാണ് ഇന്ന് കണ്ടത്. പയ്യന്നൂരിൽ കോൺഗ്രസുകാർ ആക്രമിക്കപ്പെട്ടതിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ തള്ളുകയാണുള്ളത്. CPM-നെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ സർക്കാരിന് വഴങ്ങിയെന്ന് VD സതീശൻ പറയുന്നു. കുഞ്ഞികൃഷ്ണ നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് രമയുടെ പരിഹാസം സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ചേർത്ത് വായിക്കാൻ ഉള്ള മറ്റൊരു വാർത്ത, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം അതേസമയം ശരിവയ്ക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അടിച്ച രസീത് ബുക്കുകൾ നഷ്ടമായെന്ന് KK രാഗേഷ് സമ്മതിക്കുന്നുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയയാളുടെ ബൈക്ക് കത്തി നശിച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. അതിനിടെ പരോൾ ചട്ടം ലംഘിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രതിയും കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധത്തിനായി എത്തി എന്നുള്ളതും ഇതിന്റെ അപ്ഡേഷനാണ്. നമുക്ക് പരിശോധിക്കാം. ഈ പയ്യന്നൂരിലെ വിവാദം അത് ആളിപ്പടരുകയാണോ? ഇതിന് ഉണ്ടാകാൻ പോകുന്ന അനുരണനങ്ങൾ അത് ഏത് നിലയിൽ നേരിടാൻ CPM-ന് കെൽപ്പുണ്ട് എന്നടക്കം നമുക്ക് പരിശോധിക്കണം. മാർഷൽ B സെബാസ്റ്റ്യനും R അനന്തകൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. മാർഷൽ, ഇതിപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഒറ്റയ്ക്ക് നടത്തിയ ഒരു പോരാട്ടമാണ്, തുറന്ന പറച്ചിലാണ്. ഇതൊരു പുതിയ സംഭവമല്ല, നമുക്കറിയാം. കാരണം നേരത്തെ ഈ വാദം തിരികൊളുത്തിയതാണ്. പക്ഷേ ഇത് പബ്ലിക്കിന് മുന്നിലേക്ക് കുഞ്ഞികൃഷ്ണൻ ഗതികെട്ട് വന്ന് ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു അഭിമുഖം നടത്തുന്നു, മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണന് കൂടുതൽ പിന്തുണ ഏറുന്നുണ്ടോ? എന്തുകൊണ്ടാണ് CPM ഇക്കാര്യത്തിൽ ഭയപ്പെടുന്നത്? കാരണം ഒരു കയ്യാങ്കളിയിലേക്ക് പോലും പോകുമോ എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നു. കുഞ്ഞികൃഷ്ണൻ അനുകൂലികളുടെ പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തിന് നേരെ അടക്കം CPM-ന്റെ കയ്യൂക്കുണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ CPM ഒരു വല്ലാത്ത ഒരു അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ടോ മാർഷൽ? ഇതിനകത്ത് കൈപ്പള്ളി ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, CPM ഭയക്കുന്നുണ്ടോ എന്നുള്ളത്. CPM എന്ത് കാര്യത്തിലാണ് ഭയക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുഞ്ഞികൃഷ്ണന് പിന്തുണ ഏറുന്നുണ്ടോ എന്നുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങളിൽ മാത്രമുള്ള ഒരു പ്രശ്നം, യഥാർത്ഥത്തിൽ ഇതൊരു കണ്ണൂരിലെ പയ്യന്നൂരിലെ പാർട്ടിക്കിടയിലെ ഒരു മൂപ്പിളമ തർക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. CPM പോലെ ഒരു പ്രസ്ഥാനത്തിനകത്ത് പലപ്പോഴും അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായി മാത്രമേ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് കേരളത്തിലെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ള തരത്തിലേക്ക് ഇന്ന് നിയമസഭയിൽ വരെ ചർച്ച വരുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇത് ഒരു പാർട്ടിയുടെ രക്തസാക്ഷി, ആ പാർട്ടിയുടെ രക്തസാക്ഷിക്ക് നൽകുന്ന ഫണ്ട്, ആ ഫണ്ട് എങ്ങനെ ചെലവഴിക്കണം, ഏത് രീതിയിൽ മാറ്റണം എന്നുള്ളതെല്ലാം ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടിക്കകത്തു നിന്ന് പുറത്തു വന്ന് ആ പാർട്ടിക്കുള്ളിൽ ഒരാൾ പറയുന്നു ആ ഫണ്ടിനകത്ത് തിരിമറി നടത്തുന്നു എന്ന് പറയുന്നു. അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. വെറുമൊരാളാണോ? അല്ല, പറഞ്ഞു വരട്ടെ. വെറുമൊരാളാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുഞ്ഞികൃഷ്ണൻ്റെ ചരിത്രം പറയേണ്ടി വരും. ആരാണ് കുഞ്ഞികൃഷ്ണൻ? അറിയോ ആരാണ് കുഞ്ഞികൃഷ്ണൻ? കുഞ്ഞികൃഷ്ണനെ ബാങ്കിൽ ജോലി ചെയ്തതിന് ശേഷം CPM-ന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ തന്നെയുള്ള ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള V നാരായണൻ, അദ്ദേഹത്തിൻ്റെ അനുജനാണ് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം CPM-ന്റെ ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കും നേരത്തെ മാർഷൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നമാണ്, പാർട്ടിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന്. പാർട്ടിക്കുള്ളിലേക്ക് ഇങ്ങനെ ഒരു വിഷയം സാധാരണ എത്താറുള്ളതാണോ? ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട്, പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് തിരിമറി നടക്കുന്നതായി എനിക്ക് വ്യക്തിപരമായി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടാകില്ല. കോൺഗ്രസ് ആണ് ഈ ഫണ്ട് തട്ടിയതോ അല്ലെങ്കിൽ കോൺഗ്രസ്. പക്ഷേ ഇതൊരു പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരാൾ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് കൈയും ജനപക്ഷത്തേക്ക് കാട്ടി എങ്ങനെയാണ് മാർഷൽ അതിൽ കാണാൻ കഴിയുക? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ പറയുന്നത് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രണ്ടംഗ സമിതിയെ വെച്ചല്ലോ, TV രാജേഷ് ഉൾപ്പെടെയുള്ളവര്. അവരുടെ അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണം അവർക്ക് കൃത്യമായിട്ട് അവരവരുടെ പാർട്ടി ഉള്ളിൽ കമ്മിറ്റിയിൽ കണക്ക് വെച്ചതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ നടന്നിട്ടില്ല. ആ ഫണ്ട് എത്രയാണോ? എന്തിനാണ് KK രാഗേഷ് പറഞ്ഞത്? അതായത് അച്ചടിച്ച റെസിപ്റ്റുകൾ തിരിച്ചു വരാനുണ്ട്, അവിടെ ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്താണ് പറയുന്നത്? അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത, ക്ലാരിറ്റി വരുത്താൻ ഈ പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ ജനപക്ഷത്തിന്? അല്ല, അത് CPM അല്ലേ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? എൻ്റെ ചോദ്യം, നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിലേക്ക് ഈ വിഷയം വരികയും അതാണല്ലോ കൈപ്പള്ളി ആദ്യം വായിച്ചത്, CPM-നെ രക്ഷിക്കാൻ വേണ്ടി സ്പീക്കർ ഇടപെട്ടു എന്ന്. എൻ്റെ ചോദ്യം, ഏതെങ്കിലും ഒരു പാർട്ടി
ഒരു പാർട്ടി അവരുടെ ഫണ്ട് രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. ആ ഫണ്ട് പൊതുജനങ്ങളിൽ നിന്നല്ല, ആ പാർട്ടിയിൽ വിശ്വാസമുള്ള ആ പാർട്ടിയുടെ സാമ്പത്തിക സുതാര്യതയിൽ അത് പറഞ്ഞു വരട്ടെ കൈപ്പള്ളി. ആ പാർട്ടിയിൽ കൈപ്പള്ളി കാശ് കൊടുക്കുവോ? CPM-കാർ വന്ന് കാശ് ചോദിച്ചാൽ കൈപ്പള്ളി കൊടുക്കുവോ? കൊടുക്കാറുണ്ട്. അപ്പൊ ആ പാർട്ടിയിൽ വിശ്വാസമുള്ളത് കൊണ്ടും ആ പാർട്ടിയുടെ സാമ്പത്തിക സുതാര്യത സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടുമാണല്ലോ നിങ്ങൾ കൊടുക്കുക. ഞാൻ ചില പാർട്ടിക്കാർ ചോദിച്ചാൽ കാശ് കൊടുക്കില്ല. കാരണം എനിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സാമ്പത്തിക രീതി, അവരെ കൈകാര്യം ചെയ്യുന്ന രീതി സംശയമുണ്ട്. എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഒരു പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നത്. മാത്രമാണോ CPM-ന് ഫണ്ട് കൊടുക്കാറുള്ളത്? പിന്നെ അല്ലാതെ ആരാ കൊടുക്കുക? അല്ലാതെ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് കൈപ്പള്ളി ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കാം, പിന്നെ വേറെ ആര് കൊടുക്കാനാണ്? CPM പോലെ ഒരു പാർട്ടിക്ക് CPM-ന്റെ അനുഭാവികളല്ലാതെ ആരാണ്? മാത്രമല്ല, അനുഭാവികൾ എന്ന് പറയുന്ന മെമ്പർമാരല്ലേ സുഹൃത്തെ? CPM-ന്റെ മെമ്പർഷിപ്പ് എത്ര കിടക്കുന്നു? CPM-ന്റെ അണികൾ എത്ര കിടക്കുന്നു? CPM-ന്റെ അണികൾക്ക് ഇതിനോട് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഈ ഫണ്ട് കൊടുക്കുന്നത്. ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി ഒരു സംവിധാനം വെച്ച് അന്വേഷണം നടത്തുകയാണല്ലോ. ആ അന്വേഷണത്തിന് അത് 2 അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താണ് വന്നിട്ടുള്ളത്? ആ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് പാർട്ടിയുടെ ഫണ്ട്, രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ വെട്ടിപ്പില്ല എന്ന് പാർട്ടി കണ്ടെത്തിയാൽ തീർന്നില്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ഇന്നലെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? അതായത് ഇത് പാർട്ടി ഫണ്ട്, പാർട്ടി വിഷയമാണ്, പൊതുജനങ്ങൾ അറിയേണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാനും എല്ലാവരും കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരൻ, ഇതെല്ലാം പൊതുജനങ്ങളാണ്, അല്ലെങ്കിൽ പാർട്ടി വിശ്വാസത്തിലുള്ള ഒരു വ്യക്തി ഈ പാർട്ടിയുടെ ഈ ഫണ്ട് എന്തിന് വിനിയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വിനിയോഗിച്ചെന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പാർട്ടി മെമ്പർമാർക്കില്ലേ? അതെന്തിനാണ് നിഷേധിക്കുന്നത്? അപ്പോൾ ഈ പറയുന്നതിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ ഈ കണക്ക് പറയാൻ ഞങ്ങളില്ല എന്ന് പറയുന്നത്? അത് ഈ പാർട്ടിക്ക് കണക്ക് കൊടുത്താൽ പോരെ? അവര് ഈ കൊടുത്തവർക്ക് കണക്ക് കൊടുത്താൽ പോരെ? അത് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരാൾക്ക് കാശ് കൊടുക്കുന്നു, നമ്മളൊരു കാശ് കൊടുക്കുമ്പോൾ നമുക്ക് അയാളെ വിശ്വാസമുള്ളവരുണ്ട് കൊടുക്കുന്നത്. പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കമ്മിറ്റി വെക്കും. ഇത് ഏതെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഇവിടെ ചോദിക്കുക, ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യമില്ല. ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ. ജില്ലാ കമ്മിറ്റി അംഗം ചോദിച്ചതിനെല്ലാം കണക്ക് ഈ പാർട്ടി കൊടുത്തോ? കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് ഇപ്പൊ ചിലർക്ക് ബോധ്യപ്പെടണമെന്നില്ലല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നു. കുഞ്ഞികൃഷ്ണൻ വേറെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? അദ്ദേഹത്തിന് മുൻകാല പ്രാബല്യത്തോടുകൂടി ബാങ്കിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ തുക കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് 8 ലക്ഷം കിട്ടിയത് 20 ലക്ഷമാക്കി തരും, സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞ് പാർട്ടിയോട് ആവശ്യപ്പെടുന്നു. പാർട്ടി അത് ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കണ്ണൂരിലെ ഒരു പാർട്ടിക്കിടയിലെ മൂപ്പിളമ്മ തർക്കം, ഞാനാണോ നീയാണോ വലുതാണെന്നുള്ള സംശയത്തിന്റെ പേരിൽ ആ കമ്മിറ്റി നിൽക്കുന്ന അവർ സംശയം ഉന്നയിക്കുന്നു. അപ്പോഴേ അതെടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് മുഴുവൻ വെട്ടിപ്പാർന്നു പറഞ്ഞാൽ അത് ആ പാർട്ടിയല്ലേ നോക്കേണ്ടത്? അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? കാരണം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എവിടെയൊക്കെ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഉള്ള കാര്യം പൊതുജനങ്ങൾ സംശയിക്കുന്ന രീതിയിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇതിനെ ന്യായീകരിക്കാനും ഇതിനെ വിശദീകരിക്കാൻ വന്ന ജില്ലാ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടുകൊടുത്തില്ലേ? ഞാൻ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഇനി നാളെ ഒരു സമയത്ത് ഒരു പാർട്ടി പ്രവർത്തകരുടെ മുന്നിലേക്ക് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടോ, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടോ, പാർട്ടി ഫണ്ടുമായിട്ടോ വരുമ്പോൾ ഇവരൊക്കെ പുട്ടടിക്കാനല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ കഴിയുമോ? ഒരു തെറ്റും പറയാൻ കഴിയില്ല. ഇപ്പോൾ മാർഷൽ പറയുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ പാർട്ടി ആദ്യം ഫണ്ട് പിരിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ആ പിരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഒരു പട്ടിക തയ്യാറാക്കേണ്ടി വരും. അതായത് പാർട്ടി കേഡർമാരും പാർട്ടി മെമ്പർമാരും പാർട്ടി അനുഭാവികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റിൽ ഉള്ളവരുടെ വീടുകളിൽ മാത്രം പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ മാത്രം പോയിട്ട് ഫണ്ട് പിരിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല ഫണ്ട് പിരിച്ചിരിക്കുന്നത്. വ്യാപകമായ ഫണ്ട് പിരിപ്പിച്ചിരിക്കുന്നു. ധനരാജിന്റെ ഫണ്ട് മാത്രമല്ല, മറ്റു ചില ഫണ്ടുകളും കൂടി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലും ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു ക്ലബ്ബ് ഓണപരിപാടി നടത്തിയാലും നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച ശേഷം, ആ പരിപാടി സംഘടിപ്പിച്ച ശേഷം, അതിനുശേഷം ഒരു നോട്ടീസ് കൂടെ പുറത്തിറക്കും. വരവ് ചെലവ് കണക്കുകളും ചെലവായ തുകയും പിരിഞ്ഞു കിട്ടിയ തുകയും അതിന്റെ ബാക്കി വന്ന തുകയും ഒക്കെ ഈ തുക അടുത്ത ആഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു പറഞ്ഞ് ക്ലബ്ബുകളിൽ പോലും ഇറക്കാറുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ഫണ്ട്, അത് രക്തസാക്ഷി ഫണ്ടായാലും മറ്റ് കെട്ടിട നിർമ്മാണ ഫണ്ടായാലും ധനസഹായ ഫണ്ടായാലും എന്തായാലും അതിന്റെ ബാധ്യതയുണ്ട്, അതിന്റെ കണക്ക് കാണിക്കേണ്ടത്. ഇപ്പോൾ മാസ്റ്റർ പറയുന്ന കണക്ക് പാർട്ടി കാണിച്ചത്, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു ചില രസീത് കാണാനില്ലാതെ. അങ്ങനെ വരുമ്പോൾ ഏത് കണക്കാണ് നിങ്ങൾ കാണിച്ചത് പാർട്ടി കമ്മിറ്റിയിൽ? അത് കാണിച്ചില്ലെന്നല്ലേ അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഈ ഫണ്ട്, ഈ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് നടാടെയല്ല, അത് ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ വിഷ്ണു ഫണ്ടിൽ ക്രമക്കേട് നടന്നില്ലേ? രക്തസാക്ഷിയായ വിഷ്ണുവിന് വേണ്ടി ഫണ്ട് പിരിച്ചതിൽ 11 ലക്ഷം ആ കുടുംബത്തിന് കൊടുത്തു. ബാക്കി തുക അന്നത്തെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാരവാഹിത്വത്തിലുള്ള സഹകരണ സ്ഥാപനത്തിൽ ഇട്ടു. ആ ഫണ്ടിൽ 5 ലക്ഷം രൂപ ആ അന്നത്തെ ലോക്കൽ സെക്രട്ടറി സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി. ഇത് ആ രക്തസാക്ഷിയുടെ കുടുംബം പാർട്ടിക്ക് പരാതി കൊടുത്തു. ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ് അത് അന്വേഷിച്ചത്. ഫണ്ട് ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അന്നത്തെ ആ ക്രമക്കേട് കാണിച്ച ലോക്കൽ സെക്രട്ടറി പിന്നീട് വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പാർട്ടി. അപ്പോൾ അത്തരം നടപടി
നടപടികൾ അനന്തം പറഞ്ഞിരുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മാർഷൽ നേരത്തെ പറഞ്ഞ എന്താണ്, ഇത് പാർട്ടിക്കുള്ളിലെ വിഷയമാണ്, പാർട്ടി അവിടെ കണക്ക് കൊടുത്താൽ മതി, പാർട്ടി ഒന്ന് അന്വേഷിച്ച് തീർപ്പിലേക്ക് എത്താൽ മതിയും. കാരണം ഇവിടെ മാത്രമല്ല അനുഭാവികൾ ഞാൻ പറയാത്ത കാര്യം ഈ വിഷയത്തെക്കുറിച്ച് കൈപ്പള്ളി മനസ്സിലാക്കിയതല്ല ഞാൻ മനസ്സിലാക്കിയത്. കൈപ്പള്ളി പറയുന്നത് കൈപ്പള്ളിയുടെ ആവശ്യമുള്ള കാര്യം എന്റെ വായിലുള്ള വെടിവെക്കല്ല ചെയ്യേണ്ടത്. കൈപ്പള്ളി പറയുന്നതിനകത്ത് കുഴപ്പം, കൈപ്പള്ളി പറയുന്ന പ്രശ്നം, കൈപ്പള്ളിയുടെ ചോദ്യം എന്താണ്? അനുഭാവികൾ കൈപ്പള്ളിയുടെ ചോദ്യം എന്താണ്? അനുഭാവികൾ മാത്രമാണോ? എനിക്ക് ദഹിക്കാതെ പോകുന്ന കാര്യം അനുഭാവികൾ മാത്രം അല്ലെങ്കിൽ അവർ മാത്രം കൈകാര്യം ചെയ്യട്ടെ, ആ ഫണ്ട് പാർട്ടി അന്വേഷിക്കും. വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ, പൊതുജനങ്ങൾ അറിയണ്ടേ ഈ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന് പൊതുജനത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുജനം എന്ന് പറയുന്നത് ഈ അനുഭാവികൾക്കടക്കം അറിയാനുള്ള ബാധ്യതയില്ലേ? ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കണക്കിന്റെ മറുപടിയാണ് പറഞ്ഞത്. CPM ജനങ്ങളുടെ പൈസയാണ്. ഉണ്ടായിരുന്നു പ്രതാപചന്ദ്രൻ, ഓർക്കുന്നുണ്ടോ? ഇവിടുന്ന് കുറച്ച് ദൂരെ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട്. KPCCയുടെ മുൻ KPCC പ്രസിഡന്റ് ആയിരുന്നുള്ള വരദരാജന്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം ട്രഷററായിരുന്നു KPCCയുടെ. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരു പരാതി വന്നിരുന്നു. അത് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് ആ വ്യസനം മൂലമാണ് സംഭവിച്ചതെന്ന്. 136 രൂപ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ച് KPCC നടത്തിയിരുന്നു. അതിനകത്ത് ഫണ്ട് വെട്ടിപ്പുണ്ടെന്ന് പറഞ്ഞ് സതീശനും സുധാകരനും തമ്മിൽ ആ നടിയുണ്ടായി. അത് KPCC എന്നുള്ള വാർത്തയായിട്ട് പുറത്തു വന്നു. എൻ്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, അതൊക്കെ KPCCയിൽപ്പെട്ട കാര്യമാണ്. അവർ ഫണ്ട് പിരിക്കുകയും അവർ ഫണ്ട് വെട്ടിപ്പ് നടത്തുക അവരുടെ പാർട്ടിയുടെ വിഷയം. അതെടുത്തിട്ട് കേരള നിയമസഭയെ കൊണ്ടുവന്നിട്ട് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കുന്നത് CPM-നകത്തുള്ള ഒരു മൂപ്പിളമ തർക്കം എടുത്തിട്ട് കൈപ്പള്ളി പറയുന്ന മുഴുവൻ കേക്ക് ഇതിനകത്ത് ഇപ്പൊ കൈപ്പള്ളി പറയുന്ന കേട്ടാ തോന്നും ഈ കാശ് മുഴുവൻ CPM-കാർ എടുത്തത്. എങ്ങനെയാണ് കൈപ്പള്ളി പറയാതെ? ഇത് രക്തസാക്ഷി ഫണ്ടിനകത്ത് കൃത്യമായി കണക്കുണ്ട്. കൈപ്പള്ളിക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ കൈപ്പള്ളി തർക്കിക്കരുത്. കൈപ്പള്ളി ആദ്യം വിഷയം പഠിക്കുക. കൈപ്പള്ളി ആദ്യം വിഷയം പഠിക്കുക. എവിടെയാണെന്ന് നോക്കുക. കൈപ്പള്ളി നൽകുന്ന പൈസയ്ക്ക് ഒരു ഓഡിറ്റും വേണ്ട എന്ന് പറഞ്ഞാൽ അതുപോലെ വിഴുങ്ങാൻ പറ്റുന്ന ജനങ്ങളല്ല. കാലമൊക്കെ ഒരുപാട് ഇപ്പൊ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വീടിനേറെ എറിയുന്ന പടക്കം. അതുപോലെ തന്നെ ഈ പാർട്ടിക്കകത്ത്, അതായത് CPM പോലുള്ള കേഡർ പാർട്ടികൾ, അത് ഏത് കേഡർ പാർട്ടി ആയാലും അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെയുള്ള പിരിവുകളൊക്കെ നടത്തുമ്പോൾ പാർട്ടിക്കകത്ത് അതായത് അതിൻ്റെ കണക്കുകൾ പുറത്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അറിയണ്ട എന്നുള്ള ഒരു രീതിയും ഒരു ശൈലിയും പിന്തുടരുന്നുണ്ട്. ജനാധിപത്യ രാജ്യത്തിൽ അത് എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ള കാര്യം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല ഈ കേഡർ പാർട്ടിയുടെ ഈ സൗകര്യം ഉപയോഗിക്കുന്ന ഈ പാർട്ടിയിൽ കോയ്മ മനോഭാവമുള്ള ഒരുപാട് സഖാക്കൾ ഇതിന്റെ സൗകര്യം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിക്കകത്ത് ആരും ചോദ്യം ചെയ്യില്ല. ഇതുപോലുള്ള അവർക്ക് അവിടെ ചെയ്യാം, ഞങ്ങൾക്ക് എന്താ ചെയ്താൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒരു സന്ദേശം പോലും നൽകാൻ പാടില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രതിപക്ഷം പറയാണ് ഇതിലൊക്കെ ഒരു വിശാലമായ ഒരു അന്വേഷണം, പണമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നിയമ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. എത്ര കോടി രൂപ? അപ്പോൾ 4-4.5 കോടി രൂപയാണ്. അപ്പോൾ ആ ഫണ്ടൊക്കെ എങ്ങനെ ക്രയവിക്രയം ചെയ്തു എന്നൊക്കെ ഒരു ഓഡിറ്റിംഗ് വേണ്ടേ? മറ്റൊരു സംവിധാനത്തെ കൊണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ നിയമപരമായി എന്തെങ്കിലും നീക്കുപോക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു പിരിച്ചെടുത്ത വലിയ തുകയിൽ വലിയൊരു ശതമാനം കാണാതെ പോയി എന്ന് പറയുമ്പോൾ കാണാതെ പോയി എന്നാണ് പറയുന്നത്, അതിന് കണക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു മോഷണമാണ്. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ വേണം. ചുമ്മാ ഈ ഫണ്ടിനകത്ത് മോഷണം പോയെന്നോ? അതല്ല, ആ കണക്ക് ആ പിരിച്ച പണത്തിൽ കണക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ പണം ദുർവിനിയോഗം ചെയ്തു എന്ന് പറയുമ്പോൾ പാർട്ടി അറിയാതാണ്, പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചില്ല എന്നാണ്. അപ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോയെന്ന് പറയുമ്പോൾ അത് മോഷണമാണ്. അത് നിയമ സംവിധാനങ്ങളിലേക്ക് വരണം, പരാതിയായിട്ട് വരണം. പരാതി നൽകാൻ അവർക്ക് ഒരു പക്ഷേ കേഡർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഭയമുണ്ടാകും. എന്തായാലും കുഞ്ഞികൃഷ്ണൻ ഇത്രയും ധൈര്യം കാണിച്ചാൽ അദ്ദേഹത്തെ നമിക്കണം. തീർച്ചയായിട്ടും. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി പോലും സംശയം പ്രകടിപ്പിക്കാം. ജില്ലാ സെക്രട്ടറി ഒരു ചെറു അംശം പോലും, ഒരു സംശയത്തിന്റെ ഒരു ചെറു കണിക പോലും ഇടാ രീതിയിലെല്ലാം CPM ആണ്. നേരത്തെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞല്ലോ, കോൺഗ്രസുമായിട്ട് ചേർത്ത് വെക്കേണ്ടതില്ല, അവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. ഇത് പാർട്ടിയാണ്. CPM-നോട് അത്രത്തോളം വിശ്വാസവും CPM-ന് ഒരു തത്വമുണ്ട്. മാത്രമല്ല രക്തസാക്ഷികളോട് അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ഒരു സംശയത്തിന് പോലും ഇട നൽകാൻ ഒരു പാർട്ടി സെക്രട്ടറി പാടില്ലായിരുന്നു. എല്ലാത്തിനും ഓഡിറ്റായിട്ട് കാര്യങ്ങൾ വേണമായിരുന്നു. ഒരു മുതിർന്ന ഒരു വന്ധ്യവയോധികൻ എല്ലാ അർത്ഥത്തിലും വന്ന് പറയുമ്പോൾ അതിന് വിശ്വാസം തോന്നിക്കുന്ന രീതിയിലാണ് ഇതുവരെ വന്ന പ്രതികരണങ്ങളൊക്കെയും. മാർഷൽ നിർത്തി
ഒന്ന് പറഞ്ഞിട്ട് കൈപ്പള്ളിക്ക് തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറയുന്ന മുഴുവൻ കേൾക്കുന്ന കൈപ്പള്ളി ഇതിനകത്ത് സമയമില്ല. അല്ല, കൈപ്പള്ളി ആദ്യം പറഞ്ഞു വെച്ചത് എന്താണ്? ഒരു 30 സെക്കൻഡിൽ പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമെങ്കിൽ ശരി, ഇത് തന്നെയാണ് കുഴപ്പം. ഇത് തന്നെ ഈ ഇന്നലെ വരെ ഈ മാർഷൽ പറയുന്ന രീതിയിൽ വിശദീകരിക്കായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ കെ രാഗേഷ് പറഞ്ഞിരിക്കുന്നു ചില രസീതുകൾ കാണാനില്ല എന്ന്. അതേസമയം മധുസൂദന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട രസീത് തിരിച്ചു വന്നു. അനന്ത എല്ലാം കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ കൈപ്പള്ളിയുടെ ചോദ്യത്തിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൈപ്പള്ളിയുടെ ചോദ്യം പറയുന്നത് ഇപ്പം അതിനകത്ത് ഫണ്ടിനകത്ത് വന്നതോ തെരഞ്ഞെടുപ്പ് ഫണ്ടിനകത്ത് വന്നതോ ബിൽഡിംഗ് ഫണ്ടിനകത്ത് വന്നതോ ഒന്നുമല്ല നമ്മുടെ വിഷയം. കൈപ്പള്ളി ചോദിച്ചനാണ് മറുപടി വന്നത്. ആ മറുപടി ഒരു രത്നച്ചുരുക്കം അങ്ങേക്കൊന്ന് പറയാമോ ഒരു 30 സെക്കൻഡിൽ? അല്ല, ഈ പാർട്ടിയിലുള്ള ആളല്ലേ കുഞ്ഞികൃഷ്ണൻ അല്ലേ? ഇന്നലെയാണോ ഈ ഫണ്ട് തട്ടിപ്പ് നടന്നത്? എവിടെയായിരുന്നു? അങ്ങനെ പറഞ്ഞോട്ടെ, ഇയാളെന്ന് പറയും. ആ പറഞ്ഞപ്പോൾ അതിനകത്തൊരു പാർട്ടിയുടെ രീതി ഉണ്ടല്ലോ, അത് വെച്ച് അന്വേഷിച്ച് അവരൊരു കണക്ക് അവതരിപ്പിച്ചല്ലോ. ആ കണക്ക് നമുക്ക് ദഹിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ കള്ളന്ന് വിളിക്കുന്നിടത്ത് കാര്യമില്ല. ഒരു കണക്ക് അവതരിപ്പിക്കുക, ഒരു പ്രസ്ഥാനം ഒരു കണക്ക് അവതരിപ്പിക്കുന്നു, ആ കണക്കിനകത്ത് ബോധ്യപ്പെടേണ്ടത് ആ പാർട്ടി കമ്മിറ്റിയിലുള്ളവരാണ്. അവരാണല്ലോ അത് അംഗീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയല്ല, ആ വ്യക്തി പറഞ്ഞ ആരോപണങ്ങളിനകത്ത് ഏതൊക്കെ ശരിയുണ്ട്, പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, പാർട്ടി കൃത്യമായ കണക്ക് നോക്കി. ഇതൊന്നും പോരാ, ഇത് മൊത്തത്തിൽ എല്ലാ രക്തസാക്ഷി ഫണ്ടും തട്ടിപ്പാണ്, എല്ലാം വെട്ടിപ്പാണ്. കൈപ്പള്ളി പറഞ്ഞു ബാക്കിയുള്ള പാർട്ടിക്കാരെ നടന്നിട്ടില്ലേ? എന്നോട് ഇപ്പൊ പറഞ്ഞ ഈ കൈപ്പള്ളി ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞത് പഠിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിനകത്ത് ധനരാജിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കൈപ്പള്ളി എന്നോട് ചോദിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത്. ചുരുക്കത്തിൽ ഒരു 2-3 വരികളിലെന്ന് പറഞ്ഞ അത് പറയാൻ സമ്മതിക്കേണ്ട കൈപ്പള്ളി പറഞ്ഞു വരുമ്പോൾ, അതായത് ഒരു പാർട്ടി അതിനകത്ത് ഫണ്ടിനകത്ത് തട്ടിപ്പുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചാൽ അവരത് അന്വേഷിച്ചു, അതിനകത്ത് നടപടിയെടുത്തു. അതിനകത്ത് നേരത്തെ പറഞ്ഞ രസീത് കുറ്റി മാറിയതായാലും ശരി, ഫണ്ട് വെട്ടിച്ചതായാലും ശരി, എന്തായാലും അവർ ആ പാർട്ടി നടപടിയെടുക്കുന്നു. അത് പുറത്തു പറയുന്നു. ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ രീതികളില്ലേ? അതൊന്നും അല്ല ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഇത് മൊത്തം വെട്ടിപ്പാണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ നിന്ന് പിരിച്ചതാണെന്ന് വെച്ചാൽ ഈ പൊതുജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ഈ പാർട്ടിയെ, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. വിശ്വാസം ഇല്ലാത്തവരുടെ പിരിവിന് എന്താ കിട്ടുമോ? തീർച്ചയായും. അപ്പോൾ ഈ ജനങ്ങളുടെ വിശ്വാസവും പൊതുജനങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ച് നീങ്ങട്ടെ. പാർട്ടി പറയുന്ന തത്വസംഹിതയും ഈ സിദ്ധാന്തവും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. അപ്പോഴും പാർട്ടി അന്വേഷിക്കട്ടെ. അപ്പോഴും ഒരു മനുഷ്യൻ ഇനി ആരെങ്കിലും പറഞ്ഞാലുള്ള പാഠം ഇതാണ്: പരാതി പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്.